ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. 11 മണിവരെ 22.70% പോളിംഗ് രേഖപ്പെടുത്തിയത്. 90 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഈ ഉച്ചയോടടുക്കുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പിനോട്? മനു, തീർച്ചയായിട്ടും ഹരിയാനയിൽ ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. രാവിലെ 11 മണി വരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് ഇപ്പോൾ 23% പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1 മണി വരെയുള്ള പോളിംഗ് ശതമാനം അല്പസമയത്തിനകം തന്നെ അറിയാനും സാധിക്കും. എന്തായാലും ഹരിയാനയിൽ രാവിലെ മുതൽ തന്നെ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നുണ്ട്. പ്രമുഖ സ്ഥാനാർത്ഥികളും മറ്റ് വ്യക്തികളുമൊക്കെ തന്നെ രാവിലെ തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും BJP ഒരു തുടർ ഭരണമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ BJPയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി കൂടി ഹരിയാനയിൽ നേരിടുന്നുണ്ട്. കാരണം ശക്തമായിട്ടുള്ള ഭരണവികാരം ഹരിയാനയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ കർഷക പ്രക്ഷോഭം ഇപ്പോഴും ഹരിയാനയിൽ ശക്തമാണ്. അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളും നിരവധി ഹരിയാന സർക്കാർ നേരിടുന്നുണ്ട്. അത് യുവജനങ്ങളുടെ പ്രശ്നങ്ങളായാൽ പോലും അഗ്നിവീർ പദ്ധതിക്കെതിരായിട്ടുള്ള സമരം, ഗുസ്തി താരങ്ങളുടെ വിഷയം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് BJPക്ക് മുന്നിലുള്ളത്. എന്നാൽ പോലും ഒരു വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസ് അതേസമയം തന്നെ ഇന്ത്യ സഖ്യവും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ ഹരിയാനയിൽ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുള്ളത്. ഭേദപ്പെട്ട പോളിംഗ് ആണ് ഈ 1 മണിയോടടുക്കും 1 മണി സമയത്ത് വരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മണി വരെയുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. വിവരങ്ങളാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നമുക്ക് നൽകിയത്.